കിളക്കി ഞാൻ രണ്ടുപേരുടെ ഹാസ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറങ്ങും കാര്യം പറയടാ. ഇനി ഞാൻ ഇനി അടുത്ത പഠിക്കാൻ പോണെന്ന് പറഞ്ഞാൽ ME മലയാളം. ഒന്നെങ്കിൽ MG യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കും. 2 വർഷത്തെ കോഴ്സ് അറിയാലോ. പിന്നെ അതിന്റെ ഇടക്കാലത്ത് കുറച്ച് കൃഷിയും പടവലത്ത് ഞാൻ ഇറക്കും. അത് വേണ്ട. നീ BA പഠിച്ചിരുന്നപ്പോ കുറെ അടക്കാലത്ത് കൃഷി ഇറക്കിയതാണ്. നമ്മൾ ആരും ഒന്നും കണ്ടില്ല. അതുകൊണ്ട് MA പഠിക്കുവാണെങ്കിൽ MA അങ്ങ് പഠിച്ചാ മതി. കൃഷി ഇറക്കല്ലേ. சீதாம்மா உங்க போன் அடிக்குது. ഹലോ സീതുസേ. ഓഹോ ആ നീ അടുക്കളയിലായിരുന്നല്ലേ? അതെ. നിനക്ക് എന്നോടിപ്പോ സംസാരിക്കാൻ സമയമില്ലല്ലോ. നീ ഒന്നിങ്ങോട്ട് വാ. ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചാൽ മതിയോ? ആ ശരി എന്നാ ഓക്കെ. അല്ല ഞാൻ നമ്മളെവിടെ പറഞ്ഞു? നമ്മളെ പറഞ്ഞോണ്ടിരുന്ന കാര്യം, അതായത് പടവലത്തെ കാര്യം. നീ നല്ല ചോദിച്ചോണ്ടിരുന്നേ. പടവലത്ത് ഇപ്പൊ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നോക്കണം ആരാ? ഞാനാ. പിന്നെ മോൻ കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യും. അയ്യോ പിന്നെ കേശു ഭയങ്കര കൃഷിക്കാരനല്ലേ. ആദ്യം പടവലത്തായിരുന്നു കൃഷി. പക്ഷെ അവിടെ നിന്ന് വലിയ വരുമാനം ഒന്നും കിട്ടാതായപ്പോഴത്തേക്കും നൈസായിട്ട് കേശുമോൻ ചേച്ചി ഹൗസിങ് ജീവിക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പൊ വന്നൊന്നും അവിടെ നിന്ന് കിട്ടുന്നില്ലെന്നേ വരുമാനം. ഇപ്പൊ പടവലത്ത് നിന്ന് കിട്ടുന്ന പൈസക്കകത്ത് ഒരു പങ്ക് അമ്മൂമ്മ കേശുവിന് കൊടുക്കാറ്. പിന്നെ കള്ളത്തരം കാണിച്ച് കുറച്ച് പൈസ ഇസ്കിട്ടും. என்ன சொன்னாலும் படவலத்துல எல்லா விஷயமும் பாத்துக்கிறது நம்ம கேசுதான். പക്ഷേ അത് അംഗീകരിച്ചു തരാൻ ഇവിടെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. ആരാ? കുഴപ്പത്തെ വീടിനടുത്തുള്ളതാ. ഹലോ സീതുസേ. ആ പറഞ്ഞോളൂ. നീയേ അവരുടെ ഇടയിൽ നിന്നൊന്നും മാറിയുന്നേ. എനിക്കൊന്ന് സംസാരിക്കണം നിന്നോട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് വാ. ഞാൻ ഈ മാവിന്റെ വീട്ടിലുണ്ട്. ചക്കയല്ലേ? മാവെന്ന് പറഞ്ഞപ്പോ ചക്കയെന്നാ. ഒരു 3 എടുത്ത് വെച്ചേക്ക് കേട്ടോ. ഇടി എനിക്ക് നിന്നോട് സംസാരിക്കണോന്ന്. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും ഞങ്ങൾ എടുത്തോളാം. ജനാർദ്ദന ചേട്ടനെ വിളിച്ചോ. ഇടി ഞാനല്ലേ നിന്നോട് സംസാരിക്കണത്. ശരി എന്നാ വെക്കല്ലേ. ഹലോ. അല്ല ചക്കേ ചക്കയോ? അല്ല ഈ ചക്ക 2-3 ഞങ്ങളുടെ വീടിന്റെ അടുത്ത വീട്ടിലെ ചേട്ടൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച ചെല്ലുമ്പോഴത്തേക്കിന് എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചത്. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? കൃഷിയുടെ കാര്യം. അല്ല പടവലത്ത് പോണ കേസ്. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള പടവലത്ത്. ஆமா ரொம்ப நாளாச்சு நம்ம படவலம் போயிட்டு. പറഞ്ഞാലോ സീതാ പോയി. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എല്ലാരും കൂടെ പടവലത്ത് പോയിട്ടില്ലല്ലോ. ഇല്ല പോയിട്ടില്ല. അങ്ങനെ ചെയ്യാ. ഹലോ സീതുസേ. ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നോ? നീയേ അധികം കിടന്ന ആളാവല്ലേ. എനിക്കങ്ങ് ദേഷ്യം വന്നാലുണ്ടല്ല ഞാനങ്ങ് കുഴിപ്പള്ളത്തേക്ക് പോവും. അതിനെന്താ പോയിക്കോ. നീ ഇല്ലാതെ ഞാനവിടെ 3 ദിവസം വരെ നിൽക്കും. ഒരാഴ്ച വരെ പറ്റത്തില്ലേ? എന്നെ ദേഷ്യപ്പെടുത്തല്ലേ. ശരി ഞാനേ കുറച്ച് തിരക്കാം. ശരി എന്നാ ആയിക്കോട്ടെ. കട്ട് ചെയ്ത്. വെരി അൺറൊമാൻറ്റിക് ഭാര്യ. കഷ്ടം. അല്ല നേരത്തെ ചക്കയുടെ കാര്യം പറഞ്ഞ് വിളിച്ചില്ലായിരുന്നോ? അപ്പൊ ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ പറയുമായിരുന്നു ഞാനേ. അല്ല നമ്മൾ ഒരാഴ്ച കഴിയുമല്ലോ അങ്ങോട്ട് ചെല്ലാൻ. ചക്ക ചീത്തയായി പോരുതല്ലോ. അതായത് ഞാൻ പറഞ്ഞു തന്നിരുന്നു വെച്ചാല്, ഇപ്പൊ ഞാൻ പടവലത്ത് പോയി കാര്യങ്ങളൊക്കെ നോക്കുന്നോണ്ട് ഉമേഷ് ചേട്ടന്റെ കക്കൽ ഓർത്ത് കുറഞ്ഞിട്ടുണ്ട്. അതിനും കൂടെ വേണ്ടി അവൻ കക്കുന്നു.